കേരള ജനതയുടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് CPM വിദ്യാർത്ഥി സംഘടനയായ SFI ഓരോ ദിവസവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സഹോദര പാർട്ടിയായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ SFIയെ കയറൂരി വിടരുതെന്ന് പറഞ്ഞിട്ടും CPM കേൾക്കാത്തത് എന്തുകൊണ്ടാണ്? അതിനിഷ്ഠൂരമായ രീതിയിലാണ് വയനാട്ടിലെ വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ SFI അക്രമി സംഘം 3 ദിവസം വെള്ളം പോലും കൊടുക്കാതെ തടഞ്ഞു നിർത്തി മർദ്ദിച്ചു കൊന്നത്. കേരളത്തെ ആകെ ഞെടുക്കിയ സംഭവമായിരുന്നു അത്. കേരളത്തിൽ പലപ്പോഴും പൊടുന്നനവേ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഒരു കോളേജ് ക്യാമ്പസിൽ 3 ദിവസം ഒരു വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തി വിചാരണ ചെയ്ത് മർദ്ദിച്ചു കൊന്ന സംഭവം താലിബാനികളെ പോലും നാണിപ്പിക്കുന്നതായിരുന്നു. കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഇതുതന്നെയാണ് SFI ചെയ്യുന്നത്. സഹോദര സംഘടനയായ AISFലെ വനിതാ നേതാക്കളെ പോലും ആക്രമിക്കുന്ന ഭീകരതയാണ് SFI നേതൃത്വത്തിലുള്ളവർ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാര്യവട്ടത്തും അതാണ് കണ്ടത്. ഒരു KSUക്കാരനെ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുക, ഒടുവിൽ പോലീസ് എത്തിയാണ് ഇയാളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത്. CPMന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ലഭിച്ചിട്ടും ഇത്തരം നരാധമ പ്രവർത്തനങ്ങൾ നിർത്താൻ SFI തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം. SFIയുടെ അക്രമത്തിനെതിരെ പൊതുസമൂഹത്തിലുള്ള പലരും രംഗത്ത് വന്നിട്ടും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ SFIയെ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. CPMന് നേരിട്ട തിരിച്ചടിക്ക് പ്രധാന കാരണം പരമ്പരാഗതമായി പാർട്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്ന പിന്നാക്ക വോട്ടുകളുടെ ചോർച്ചയാണ്. താഴെയുള്ള ജില്ലാ സെക്രട്ടറി മുതൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും വരെയുള്ള പോളിറ്റ് ബ്യൂറോ നേതാക്കളും ഇതിന് SNDPയാണ് കുറ്റപ്പെടുത്തുന്നത്. SNDP ശാഖായോഗവും BDJSും ഒരുമിച്ച് പ്രവർത്തിച്ചു. RSSും SNDP യോഗവും കൂട്ടുകെട്ടുണ്ടാക്കി തുടങ്ങിയ ആരോപണങ്ങളും CPM നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അനുനയനത്തിലൂടെ നടന്നില്ലെങ്കിൽ വിരട്ടി വരുതിക്ക് നിർത്തുക എന്ന നിലപാടാണ് ഇപ്പോൾ CPM SNDPയോട് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് ആക്രമണത്തിന് പിന്നിൽ. കോളേജ് പ്രിൻസിപ്പലിനെ മുഖത്തടിച്ച SFIക്കാർ പ്രിൻസിപ്പൽ ഇനി ഇരുകാലിൽ നടക്കില്ലെന്ന് വരെ ഭീഷണിപ്പെടുത്തി. SFIയെ കയറൂരി വിട്ട പാർട്ടി SNDPയെ നിലയ്ക്ക് നിർത്താൻ ആരോഗ്യവകുപ്പിനെയും പോലീസിനെയും ഒക്കെ സമ്മർദ്ദത്തിലാക്കുകയാണ്. മർദ്ദനമേറ്റ പ്രിൻസിപ്പലിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാതെ പ്രാഥമിക ചികിത്സ നൽകി പറഞ്ഞു വിടുകയാണ് കൊയിലാണ്ടി ആശുപത്രി അധികൃതർ ചെയ്തത്. ഇത് സർക്കാർ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് ഉറപ്പാണ്. പ്രിൻസിപ്പലിനെ ആക്രമിച്ചതിന് കൗണ്ടർ കേസ് ഉണ്ടാക്കാൻ ചെന്ന ഒരു SFIക്കാരനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. കർണപടം തകർന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അയാളുടെ കർണപടത്തിന് ഒരു തകരാറുമില്ല എന്നത് വ്യക്തം. പോലീസാകട്ടെ പരസ്യമായി SFIക്കാർ ആക്രമണം നടത്തിയിട്ടും ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുന്നുമില്ല. ഇനിയും SFIയെ കയറൂരി വിടരുതെന്ന് ബിനോയ് വിശ്വത്തെ പോലുള്ളവർ പറഞ്ഞിട്ടും പഠിക്കാത്ത CPMനെ ഇനി നാട്ടുകാരിറങ്ങി പഠിപ്പിക്കേണ്ടി വരും. അത്ര തന്നെ.